ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് തപസ്സുകാലത്തിലെ 5-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശോയെ കുറിച്ച് പറയുന്ന ഏറ്റവും മോശം കമന്റുകളിൽ ഒന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിന്റെ പ്രത്യേകതയായിട്ട് കാണുന്നത്. നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗത്തില് 1-ാം വായനയിൽ നമ്മൾ വായിക്കുന്ന സംഖ്യയുടെ പുസ്തകത്തിലെ മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തുന്ന സംഭവമായിട്ട് കണക്ട് ചെയ്ത് സുവിശേഷ ഭാഗത്ത് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും അവനാണ് ദൈവപുത്രൻ എന്നൊക്കെയുള്ള ഭാഗമാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിന്റെ ആ കണക്ഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ വായനയും സുവിശേഷമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നതാണ്. പക്ഷെ ഈ ഭാഗം വായിക്കുമ്പോൾ എടുത്തു പറയാവുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് യോഹന്നാൻ 8-ാം അധ്യായം 22-ാം വാക്യം, 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ 22-ാമത്തെ വാക്യമാണ് എടുത്തു പറയാനുള്ളത്. അതായത് ഈശോയിൽ പറയുകയാണ്, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇത് പറഞ്ഞു കഴിയുമ്പോൾ 22-ാം വാക്യം, അപ്പോൾ യഹൂദർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾ കഴിയുകയില്ല എന്ന് അവൻ പറയുന്നുവല്ലോ, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? ഈശോയെ കുറിച്ച് പറയുന്ന ഏറ്റവും മോശം കമന്റുകളിൽ ഒന്ന്, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? നമ്മള് സുവിശേഷം മൊത്തം വായിക്കുമ്പോൾ ഈശോയെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഇരട്ടി മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈശോ അവരാരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശോനെ ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ചോദിക്കുമ്പോൾ ചിലർ പറയുന്നുണ്ട്, നീ ഏലിയായാണ്, നീ ജെറമിയാണ്, പ്രവാചകന്മാരിൽ വേറെ ആരോ തിരികെ വന്നവനാണ്. ഹെറോദോസ് പറയുന്നുണ്ട്, നീ സ്നാപയോന്നാൻ, ഞാൻ കൊന്നുകളഞ്ഞ സ്നാപയോന്നാൻ തിരിച്ചു വന്നിരിക്കുകയാണ് എന്ന രീതിയിലാണ് ഈശോയെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഏതാനും ചില പുനർജന്മ കമന്റുകൾ അല്ലാതെ പിന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ പത്രോസ് ഉൾപ്പെടെയുള്ള ഏതാനും ചിലരുടെ ഈ വിശ്വാസ പ്രഖ്യാപനമാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനമുണ്ട്. പിന്നെ ശതാധിപന്റെ പോലെയുള്ള ചില, അത് മരിച്ചേണ്ട ഈശോ മരിച്ചേണ്ട പറയുന്നുണ്ട്, ഇവൻ യഥാർത്ഥത്തിൽ ഒരു നീതിമാനായിരുന്നു, ദൈവപുത്രനായിരുന്നു എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിച്ച് ഈശോ ചെയ്ത പിന്നെ ഇങ്ങനെ ചിലരിങ്ങനെ ആശ്ചര്യപ്പെടുന്നുണ്ട്, ഇവൻ സംസാരിക്കുന്ന പോലെ മറ്റാരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്നെ ഇവന്റെ ആ മാതാപിതാക്കളെ കുറിച്ചൊക്കെ അമ്മയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഇവനെ വഹിച്ച ഉദരം, ആ സ്ത്രീ ഒരുപാട് ഭാഗ്യപ്പെട്ടവളാണ്. അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ഒറ്റപ്പെട്ട ചില കമന്റുകൾ, പ്രശംസകൾ കാണാൻ സാധിക്കും, സമൂഹം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ സുവിശേഷം മൊത്തം വായിച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പിടികിട്ടും, അതിൻ്റെ എത്രയോ ഇരട്ടി അല്ലെങ്കിൽ 10 മടങ്ങ് ദുരാരോപണം കേൾക്കേണ്ടി വന്ന ആളാണ് ഈശോ. ദൈവദൂഷകൻ, ദൈവത്തെ തള്ളിപ്പറയുന്നവൻ, ദൈവത്തെ അവമാനിക്കുന്നവൻ, ബ്ലാസ്ഫമി ഈശോയ്ക്കെതിരെ പറഞ്ഞ ഒരു കമന്റാണ്. മറ്റൊന്ന്, ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവൻ, ഭരണത്തെ അട്ടിമറിച്ചിട്ട് രാജാവാകാൻ ശ്രമിക്കുന്നവൻ, അങ്ങനെ ഒരു ആരോപണം പറയുന്നുണ്ട്. പിന്നെ യഹൂദ നിയമങ്ങളെയൊക്കെ ധിക്കരിക്കുകയും അത് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയും പരസ്യമായിട്ട് അത് ലംഘിച്ചിട്ട് ഫരിസേയരെ നിയമജ്ഞരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പെരുമാറുകയും, അതൊക്കെ നമ്മൾ ഈശോ ചെയ്ത കാര്യങ്ങളായിട്ടൊക്കെ നമുക്ക് തോന്നും. കാര്യം ഈശോയുടെ പരസ്യമായിട്ടൊക്കെ ചില നിയമങ്ങൾ ലംഘിക്കുന്നവനാണ്. അപ്പൊ അങ്ങനെ പ്രശ്നക്കാരനാണ്, ജനത്തെ ഭരണത്തിനെതിരായി തിരിക്കാൻ ശ്രമിക്കുന്നവനാണ്. പിന്നെ സാബത്ത് ഉൾപ്പെടെയുള്ള പ്രധാന നിയമങ്ങൾ ലംഘിക്കുന്നവനാണ്. പിന്നെന്താണ്, ഇവര് പറയുന്നുണ്ട്, ഇവൻ ചുങ്കക്കാരുടെയും വേശ്യകളുടെയും പാപികളുടെയും ഒക്കെ കൂട്ടുകാരനാണ്, അവരുമായിട്ട് കൂട്ടുകൂടി നടക്കുന്നവനാണ്. ചിലർ പറയും ഇവൻ ഭോജനപ്രിയൻ, ഇവൻ തിന്നും കുടിച്ചും നടക്കുന്നവനാണ്. അങ്ങനെ ഈശോയെ കുറിച്ച് ഇങ്ങനെ വളരെ മോശം കമന്റുകൾ അങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ബൈബിളിലൂടെ നീളം. ഇനി ബന്ധുക്കൾ പറയുന്നത് എന്താണ്? ബന്ധുക്കൾ പറയുന്നത് അവന് വട്ടായിപ്പോയി എന്നാണ്. അവനെന്തോ ചിത്തഭ്രമം സംഭവിച്ചു, എന്തോ ഒരു മാനസിക പ്രശ്നം സംഭവിച്ചു, അവനെ പിടിച്ചിട്ടുണ്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പം സമൂഹം പറയുന്നതാണെങ്കിലും ബന്ധുക്കൾ പറയുന്നതാണെങ്കിലും
ശത്രുക്കൾ പറയുന്നതാണെങ്കിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ദുരാരോപണങ്ങളാണ്. അപ്പോൾ ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഈശോ ഇങ്ങനെ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ടൈപ്പ് കമന്റുകളുണ്ട്. ഇങ്ങനെ നേരത്തെ പറഞ്ഞ കണക്ക് അയാള് വിപ്ലവകാരിയാണ്, അയാള് ഭരണത്തിനെതിരാണ്, അയാള് മതത്തിനെതിരാണ്, അയാള് പാവികളുടെ കൂട്ടുകാരനാണ്, അയാള് നിയമലംഘകനാണ്, അയാള് വട്ടായി പോയവനാണ്. ഇങ്ങനെയുള്ള കമന്റുകളെല്ലാം പറയുമ്പോൾ അതില് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദുരാരോപണങ്ങൾ അല്ലെങ്കിൽ അവനായിരിക്കുന്ന തെറ്റായ മാർഗങ്ങൾ, ഇതിന്റെ എല്ലാം ഒരു പ്രതിഫലനമാണ് നമുക്ക് ഈശോയെ കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പെടുത്താവുന്ന വളരെ മോശം കമന്റിൽ ഒന്നാണ് അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ എന്ന ചോദ്യം. ഈശോയെ കുറിച്ച് ഇത്രയും കേട്ടു, ഇത്രയും പറഞ്ഞു, ഇങ്ങനെ ഈശോ ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് അവർക്ക് ബോധ്യം ഉണ്ടാകാതെ ഈശോ പറഞ്ഞ ഒരു വാക്യത്തെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഈശോ പറഞ്ഞപ്പോൾ അതിനെ തെറ്റിദ്ധരിച്ചിട്ട് അവർ പറയുകയാണ് അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ. നമ്മൾ ഓർക്കണം, ഇതിന്റെ ഈ ഒരു ചോദ്യത്തെ ഈശോ അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. പക്ഷേ അതിനുശേഷം ഈശോ പറയുന്ന വാക്യങ്ങള് ഇതുമായിട്ട് തന്നെ നമുക്ക് ബന്ധപ്പെടുത്താവുന്ന വാക്യങ്ങളാണ്. പക്ഷെ അതായത് ഈശോ ഉടനെ തന്നെ ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവരും. ഈ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേക്കുവോ എന്നുള്ള ആശങ്കയാണെങ്കിലും ആത്മഹത്യ ചെയ്യുന്നതാണെങ്കിലും അതൊക്കെ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നിരാശപ്പെട്ടിരിക്കാൻ അടിഞ്ഞുപോയ ആളുകൾ ചെയ്യുന്ന പരിപാടികളാണ്. ധീരരായ മനുഷ്യൻ ചെയ്യുന്ന പരിപാടിയല്ല. ഞാൻ മുകളിൽ നിന്നുള്ളവനാ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യം, നിങ്ങളുടെ ഇടയിലുള്ളവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ താഴെ നിന്നുള്ളവരുമാണ്. നിങ്ങൾ, അത് കഴിഞ്ഞ് പറയും ഈശോ പറയാണ്, നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല എന്ന് ഈശോ പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോ ഇത് വ്യക്തമാക്കി ഈ പറഞ്ഞ വാക്യങ്ങൾ, ഈ ആരോപണം, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ എന്ന ചോദ്യത്തിന് ശേഷം ഈശോ പറഞ്ഞ വാക്യങ്ങള് ആത്മഹത്യയെ മറികടക്കാൻ വേണ്ടിയുള്ള വഴികളായിട്ട് കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഈശോ പറയാ, നിങ്ങൾ എന്തിനാ നിങ്ങൾ ഭൂമിയുടേതാണോ? അല്ല, നിങ്ങൾ ഭൂമിയുടേതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ ഞാൻ മുകളിൽ നിന്ന് വന്നു, നിങ്ങൾ താഴെ വന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചിന്ത മാറിപ്പോകുന്നത്. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. ഈ ലോകത്തിൻ്റെതായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ലോകത്തിനോടുള്ളൊരു ഒത്തുപോകാൻ പറ്റാത്തതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിച്ചെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പൊ അത് അങ്ങനെയല്ല, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല എന്ന് ഈശോ വ്യക്തമാക്കിയാണ്. നിങ്ങൾ നിങ്ങളുടെ പാപത്തിന് മരിക്കും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? ഞാനാണ് ദൈവപുത്രൻ, ഞാനാണ് നിങ്ങളെ രക്ഷിക്കാൻ വന്നവൻ, എന്നിൽ ആശ്രയിക്കുക എന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അപ്പൊ അങ്ങനെ അല്ല, നിങ്ങൾ ആ പാപങ്ങളെ മോചിപ്പിക്കാൻ വന്നവനാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കത്തില്ല. അപ്പം വ്യക്തമായിട്ടും ഈ ആത്മഹത്യ എന്ന് പറയപ്പെടുന്ന തിന്മയ്ക്ക് എതിരായിട്ട് ഈശോ സുവിശേഷത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഡയറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ ഹോപ്പ് എന്ന് പറയുന്നൊരു പ്രത്യാശ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഈശോ പലയിടത്തുകളിലും നിരാശപ്പെടേണ്ട, ധൈര്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാമെങ്കിൽ പോലും വളരെ ഡയറക്റ്റ് ആയിട്ട് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു തിന്മയ്ക്കെതിരെ ഒരു മറുപടി ഈശോ പറയുന്നു, അല്ലെങ്കിൽ ഒരു മറുമരുന്ന് ഈശോ പറയുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ സുവിശേഷ ഭാഗമാണ്. അപ്പൊ നമുക്ക് എന്തിനാണ് ഈശോ, ഏതൊരു കാര്യത്തിനാണ് ഈശോ മറുപടി പറയാത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഈശോ മറുപടി തന്നിട്ടുണ്ട്. അതില് നമ്മൾക്കിടയിലുള്ള ഒരു വലിയ തിന്മ, ഒരുപക്ഷെ നമ്മൾ എന്നെ കേട്ടിരിക്കുന്ന ചിലര് ഈ ഒരു തിന്മ ചിന്തിച്ചിട്ടുണ്ടാകും, ഒരു പ്രാവശ്യം ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷെ ഓർക്കണം, അത് ചിന്തിക്കുന്നത് തന്നെ പാപമാണ്. അപ്പൊ ആ ചിന്തിക്കുന്നത് തന്നെ പാപമായതുകൊണ്ട് തന്നെ അത് കുമ്പസാരത്തിൽ ഏറ്റു പറയേണ്ടതാണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ടത്, ഈശോ ആണ് രക്ഷകൻ, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ
നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. വിശ്വസിക്കുന്നെങ്കിലോ നിങ്ങൾ ആ കൂദാശകളിലൂടെ വചനത്തിലൂടെയൊക്കെ എൻ്റെ വഴി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ആത്മഹത്യയുടെ വഴി നിങ്ങൾ ഒഴിവാക്കും. അത് നിങ്ങൾ അച്ഛനെയോ അച്ഛന്മാരെയോ സിസ്റ്റേഴ്സിനെയോ പ്രാർത്ഥിക്കുന്നവരെയോ നിങ്ങളെ സ്നേഹിക്കുന്നവരെയോ നിങ്ങളെ വഴി നടത്താൻ പറ്റുന്നവരെയോ ഒക്കെ ആയിട്ട് ദൈവം നിങ്ങൾക്ക് ഒരുപാട് പേരെ തന്നിട്ടുണ്ട്. അവരിലൂടെ എല്ലാം ഈശോ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവരെ ആദ്യം ഓർക്കും ഒരു പ്രശ്നം വരുമ്പം, എന്നിട്ട് അവരുടെ ചെല്ലും, എന്നിട്ട് അച്ഛാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് സോൾവ് ചെയ്ത് തരണം, അതിന് വേറെ ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, സ്വതന്ത്രമായിട്ട് പറയാം. അച്ഛന്മാർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും, സിസ്റ്റേഴ്സിനെ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും. പ്രാർത്ഥിക്കുന്ന നല്ല വിശുദ്ധനായ ആത്മാരുണ്ട്, അഹങ്കാരങ്ങളില്ലാത്ത, ഒരു ആർത്തിയും ഇല്ലാത്ത നല്ല വിശുദ്ധനായിട്ടുള്ള ആത്മായ സഹോദരങ്ങളുണ്ട്. അവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അപ്പോൾ ഈ തെറ്റായ ചിന്ത ഒഴിവാക്കാൻ വേണ്ടിയുള്ളൊരു വ്യക്തമായ പാഠം ഈശോ പഠിപ്പിക്കുന്ന ഈ സുവിശേഷം നമുക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.